വെൽക്കം ടു കോമ്പസ് ആർട്സ്. നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പം അതിൻ്റെ മൂന്നാമത്തെ ലെയർ സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു യെല്ലോ ക്രോസ് അവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അത് പലർക്കും കിട്ടിയിട്ടില്ലെന്ന് കമൻറ്റിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ യെല്ലോ ക്രോസ് സോൾവ് ചെയ്യുന്നത് മാത്രം നമ്മളൊന്ന് ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കുവാണ്. ആദ്യം ഫസ്റ്റ് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ 1-2 യെല്ലോ ഉള്ള ഒരു ഫേസ് കിട്ടും. ഇപ്പോൾ എങ്ങനെ കിട്ടിയാലും നമ്മൾ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഫേസ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തിട്ട് ഫ്രണ്ട് ഫേസ് ഒന്നുകൂടെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ കിട്ടിയാൽ, അതായത് അത് ഒരു നേർരേഖയിലാണ് കിട്ടുന്നതെങ്കിലും നമ്മൾ ഇതേ സ്റ്റെപ്പ്, ആ നേർരേഖ നമ്മൾക്ക് നേരെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇതേ സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്രോസ് കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട് ഫേസ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഫേസ് റിവേഴ്സ് ചെയ്താൽ ആ യെല്ലോ ക്രോസ് കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ കിട്ടും. അതിപ്പോൾ ആദ്യം തുടങ്ങുന്നത് എങ്ങനെ യെല്ലോ വന്നു കഴിഞ്ഞാലും സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ യെല്ലോ, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളൊരു ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്താൽ ക്യൂബ് ഒരു എല്ലാ ക്രോസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ പൊസിഷനിലാണ് ഫസ്റ്റ് സെക്കൻഡ് ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് സോൾവ് ആയിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ യെല്ലോ ക്രോസ് കിട്ടുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഫേസ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ അത് യെല്ലോ ക്രോസ് നമുക്ക് കിട്ടും. ഇനിയിപ്പം വേറെ ഏതെങ്കിലും രീതിയിലാണ്, അതായത് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ഈ രീതിയിലാണ്, അതായത് 4 സൈഡിലുള്ള 4 കോളത്തിലാണ് യെല്ലോ കിടക്കുന്നതെങ്കിലും നമ്മൾ ആദ്യം ഫ്രണ്ട് ഫേസ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യെല്ലോ എല്ല് പോലുള്ളൊരു ഷേപ്പ് കിട്ടും. അത് നമ്മുടെ നേരെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ക്രോസ് അല്ലെങ്കിൽ മൈനസ് ആയിട്ട് യെല്ലോ സ്ട്രെയിറ്റ് ലൈനായിട്ടെങ്കിലും കിട്ടുന്നതായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ സ്ട്രെയിറ്റ് ലൈനായി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ നേരെ പിടിച്ചിട്ട് ഫ്രണ്ട് ഫേസ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ച് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഫേസ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചാൽ എല്ലാ ക്രോസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.